യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ജനാധിപത്യം അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടത് നിമിഷമാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന ഞാൻ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക്, ഇങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക്, ഇങ്ങനെ ഒരു പോയിന്റിലേക്ക്, സതീശൻ എന്ന VD സതീശനിലേക്ക് എത്തിച്ചത് കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനമാണ്. കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനമാണ്. അവരാണ് VD സതീശൻ എന്ന പേരിലേക്ക് എത്തിച്ചത്. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന ഞാൻ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 63 അംഗങ്ങളുമായിട്ട് ഒന്നാം കക്ഷിയായ കോൺഗ്രസിനകത്ത് സാധാരണഗതിയിൽ അവരുടെ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ നടപടിക്രമം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ സാധാരണഗതിയിൽ സീനിയോറിറ്റി നോക്കും, MLA മാരുടെ പിന്തുണ നോക്കും. അങ്ങനെ പല മാനദണ്ഡങ്ങളും ഇതൊക്കെ നമുക്കറിയുന്ന മാനദണ്ഡങ്ങളാ. നമുക്കറിയാത്ത മാനദണ്ഡങ്ങൾ വേറെയുണ്ട്. അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾക്കൊടുവിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ എപ്പോഴും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന് എന്നൊക്കെ അധികാരം കിട്ടിയോ അന്നൊക്കെ ഇതുപോലെ ഒന്നിലധികം ആളുകൾ, അർഹരായവർ, പൊതുമധ്യത്തിലുള്ളവർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അന്നൊക്കെ പല മാനദണ്ഡങ്ങളായിരുന്നു കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ 2026 അത് ജനാധിപത്യം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു അവസരമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, VD സതീശൻ എന്ന് പറയുന്ന വടശ്ശേരി ദാമോദരൻ സതീശനിലേക്ക് എത്തിച്ചേർന്നത് വളരെ കൃത്യമായിട്ട് അത് ജനഹിതമായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാനിച്ചു പോന്നിരുന്ന മാനദണ്ഡങ്ങളായിരുന്നു മുഖവിലക്കെടുത്തത് എങ്കിൽ സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമായിരുന്നില്ല. അപ്പോ അവിടെ ഈ മാനദണ്ഡങ്ങളെയൊക്കെ മറികടക്കാൻ പ്രാപ്തിയുള്ള ഒരു വികാരം, ഒരു ഹിതം, ഒരു അഭിപ്രായം, ഒരു ആഗ്രഹം, ഒരു പ്രത്യാശ അതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ജനഹിതം ഒന്ന് മാത്രമായിരുന്നു വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന ഞാൻ എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് എന്നുള്ളതാണ് വളരെ 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 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സതീശന് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഔദ്യോഗിക